വന്നിട്ടുള്ളത് ഒരു സോയാബീൻ കടായി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ സോയാബീൻ, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മസാല തേച്ച് വെച്ച സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ സോയാബീൻ ഇവിടെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. അപ്പം ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ സോയാബീൻ പൊരിച്ചെടുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും സവാളയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പൊരിച്ചു വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോയാബീൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ.